രണ്ട് ഓപ്പോസിറ്റ് പോൾസിൽ നിൽക്കുന്ന ടീംസാണ് ലക്നൗ സൂപ്പർ ജയൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും. ലക്നൗവിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അധികം ഒന്നും പ്രതീക്ഷിച്ചില്ല ടീമിൽ നിന്ന്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ടീം ഭയങ്കര വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു പെർഫോമൻസ് ആരും എക്സ്പെക്ട് ചെയ്തില്ല, എക്സെപ്റ്റ് ഋഷഭ് പന്ത് ഫാൻസ്. അവർ കപ്പടിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ എന്നാൽ പോലും ഋഷഭ് പന്ത് ഫോം ആയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അവർ മച്ച് ബെറ്റർ പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും സംഭവിച്ചിട്ടുള്ളത്. ഓൺ ദി അതർ ഹാൻഡ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണെങ്കിൽ ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു. എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പ് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ അവരുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു ഈ സീസൺ. കാരണം പ്രതീക്ഷയ്ക്കകത്ത് ഉയരാൻ പറ്റാത്ത രീതിയിൽ ബാറ്റിംഗ് തകർന്നടിയുന്ന കാഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ആ രണ്ട് ടീംസും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുകയാണ്. ഇവരുടെ ഫസ്റ്റ് പിക്ചറിൽ ലക്നൗ സൺറൈസേഴ്സിനെ തോൽപ്പിക്കുകയുണ്ടായി, ഷർദുൽ താക്കൂർ 4 വിക്കറ്റൊക്കെ എടുത്തിട്ട്. പക്ഷേ എന്നാൽ പോലും ഇന്നത്തെ മാച്ച് ലക്നൗവിൻ്റെ ഹോമിലാണ് നടക്കുന്നത്. ലെറ്റ്സ് പ്രിവ്യൂ മാച്ച് നമ്പർ 61. ഇറ്റ്സ് ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. സോ ലക്നൗ ഗ്രൗണ്ടിൻ്റെ കേസ് പറയാനാണെങ്കിൽ അതൊരു അത്രത്തോളം ബാറ്റിംഗ് ട്രാക്ക് ആയിട്ടല്ല ഇതുവരെ ആക്ട് ചെയ്തിട്ടുള്ളത്. കുറേയൊക്കെ ഒരു ബോളിംഗ് ഫ്രണ്ട്ലി, ഒരു ലോ സ്കോറിംഗ് മാച്ചസാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഒരു 160 to 180 ആ റേഞ്ചിൽ സ്കോർ എക്സ്പെക്ട് ചെയ്താൽ മതി. റിഗാർഡിങ് ദ ടീംസ്, സൺറൈസേഴ്സിൽ ട്രാവിസ് ഹെഡ് ഇന്ന് കളിക്കുന്നില്ലെന്നാണ് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. സോ ട്രാവിസ് ഹെഡ് ഇല്ല. പിന്നെ ട്രാവിസ് ഹെഡ് അത്ര ഫോമിലൊന്നും കളിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രാവിസ് ഹെഡിനെ പോലത്തെ പ്ലേയേഴ്സിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് കളിക്കുന്നത് എന്നുള്ള പറയാൻ പറ്റില്ല. സോ കമിൻ മെൻഡിസ് കളിക്കാൻ ഞാൻ ഇന്ന് കളിക്കുന്നുണ്ടായിരിക്കും. സോ ദാറ്റ്സ് എ ഗുഡ് തിങ് ഫോർ സൺറൈസേഴ്സ് ഐ ബിലീവ്. ഓൺ ദി അതർ ഹാൻഡ് ലക്നൗവിൻ്റെ എല്ലാം ഓവർസീസ് പ്ലേയേഴ്സ് എല്ലാം ലോക്ക്ഡ് ആണ്. ലൈക്ക് അവരുടെ ടോപ്പ് ത്രീ കഴിഞ്ഞാലാണ് ഇവരുടെ മെയിൻ പ്രശ്നം തുടങ്ങുന്നത്. സോ ആൾസോ മയങ്ക് യാദവ് റൂൾഡ് ഔട്ട് ആയി. പക്ഷേ മയങ്ക് യാദവ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. റിഗാർഡിംഗ് ദ വിന്നർ, ഐ എം എക്സ്പെക്ടിങ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടു വിൻ ടുഡേ. അത് ക്ലോസ് കോൺടെസ്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു വൺ സൈഡ് വിക്ടറി ആവാനും ചാൻസ് കുറവാണ്. ഒരു 160 180 സ്കോർ ആയതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് ഓവർ ത്രില്ലർ എക്സ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടു വിൻ ടുഡേ. റിഗാർഡിംഗ് ദ ടീംസ്, ബോളേഴ്സിനൊന്ന് പിക്ക് ചെയ്യുക, എസ്പെഷ്യലി ഡെത്ത് ഓവർ ബോളേഴ്സ്. ഇപ്പോൾ ആര് ചേസ് ചെയ്യുന്ന ടീം, അല്ലെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് ടീമിൻ്റെ അല്ല, ചേസ് ചെയ്യുന്ന ടീമിൻ്റെ ഡെത്ത് ഓവർ ബോളേഴ്സിനെ പിക്ക് ചെയ്യുക. കാരണം വിക്കറ്റ് ഇടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ദാറ്റ്സ് മൈ പ്രിവ്യൂ. വാട്ട് ഡു യു തിങ്ക്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.